ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ തൃശ്ശൂരാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അന്നത്തെ പോലെ തന്നെ വ്ളോഗാണ്. നന്ദുമോളും സിനേട്ടനും പല്ലേക്കാൻ പോണ്. ഞാൻ വ്ളോഗ് എടുക്കണ്. അപ്പം ഞങ്ങൾ ഇന്നലെ വന്നതാട്ടോ. ഇന്നലെ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച. അപ്പം ഇന്ന് ശനിയാഴ്ചയായി. അപ്പം ഞങ്ങൾ ഞായറാഴ്ച നാളെ പോകും. അപ്പം അതിൻ്റെ മുന്നേ അപ്പോൾ ഒരു കുഞ്ഞ് വ്ളോഗ് എടുക്കണ്ടേ. ഇപ്പം രാവിലെ തന്നെ പ്രകൃതി രമണീയമായ നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് തന്നെ ആവാലോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പം എന്താ പറയുക, ഇന്നലെ ഇവിടെ നല്ല മഴയൊക്കെ വന്നു. പക്ഷെ മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പെയ്തില്ല. അപ്പം ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും കേട്ടോ. അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗൊക്കെ തുടങ്ങുകയാണ്. നമ്മൾ അന്നത്തെ പോലെ തന്നെ ക്യാമറയിലേക്ക് നോക്കിയതാ പല്ലേച്ചുകൊണ്ടിരിക്കണം. ഞാനിവിടെ ഇങ്ങനെ നടക്കുക. നമ്മുടെ വീട്ടിലൊക്കെ നല്ല അടിപൊളി റോസാപ്പൂക്കൾ വിരിഞ്ഞിന് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി റോസാപ്പൂക്കളാണ്. ഇതിന് ഭയങ്കര സ്മെല്ലാട്ടോ, നല്ല സ്മെല്ലാ. പക്ഷെ നമ്മളിങ്ങനെ പൂക്കൾ മണക്കാൻ പാടില്ല എന്ന് പറയും. മൂക്കിലേക്ക് പ്രാണികൾ കയറും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതുകൊണ്ട് വല്ലാണ്ട് അത് മണക്കാൻ പോകണ്ട വിചാരിച്ച്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. അപ്പം വ്ളോഗിലേക്ക് കിടക്കുകയാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബിൽഡിങ്ങിൽ നിന്നൊക്കെ ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പണികളാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ പുരോഗമനം വന്നിട്ട് കേട്ടോ. ഞങ്ങളന്ന് വരുമ്പോൾ അവിടെ പണി നടക്കണേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഏകദേശം തേപ്പും എന്താ പറയുക പെയിൻ്റടിയൊക്കെ കഴിഞ്ഞിന് വീടിൻ്റെ മുമ്പിലുള്ള ഫ്ലാറ്റിൽ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വ്ളോഗ് ഇന്ന് ആരംഭിக்கலாம். കാഴ്ചകളൊക്കെ കണ്ടാലോ സുഹൃത്തുക്കളെ? എങ്ങനെയുണ്ട്? നന്ദുമോളൊരു ഹായ് പറയ്. നന്ദു ഒരു ഹായ് പറയേ. അയ്യേ ഗൈസ്, നന്ദുവിന് ഡിമാൻഡ് കണ്ടോളൂ കേട്ടോ. ഹായ് പറയൂലെന്ന്. നന്ദുവിനില്ലേ ഡിമാൻഡ് ആയിട്ടല്ല കേട്ടോ. നന്ദുവിന് ഈ വീഡിയോയിൽ വരിക എന്ന് പറഞ്ഞാൽ ചെറിയൊരു മടി, പക്ഷേ ഇഷ്ടമാണ് വീഡിയോ എടുക്കാനൊക്കെ. പക്ഷേ ഓള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഞാൻ പല്ലേക്കുമ്പോഴാണ് വ്ളോഗ് എടുത്തത്, ഈ പ്രാവശ്യം അമ്മ ഞാൻ പല്ലേക്കുമ്പോഴേ വ്ളോഗ് എടുക്കാനുള്ളൂ എന്ന്. രാവിലെ നീച്ച് കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴല്ലേ നമ്മൾ വ്ളോഗ് എടുക്കുക. അപ്പം ആ സമയം കൊണ്ട് വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ 9 മണിയാകുമ്പോഴാണ് എണീച്ചത്. ഇന്ന് ഞാൻ 8 മണിയാകുമ്പോ. കാരണം എനിക്ക് രാത്രിയിൽ ചെറിയൊരു പനി പോലെയൊക്കെ തോന്നി. 8:30. സിനിമ എപ്പോഴാണ് എണീച്ചേ? നിങ്ങൾ എപ്പോഴാണ് എണീച്ചേ? 5 മണിക്ക്. 5 മണിയാ? വീട്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെ കേട്ടോ സിനേട്ടൻ. 5 മണിയാകുമ്പോൾ അലാറം വെച്ച് എണീക്കും, എന്നിട്ട് കുളിക്കാൻ കയറുക അല്ലേ. ഇതന്നെ പരിപാടി. എല്ലാവരും പല്ലേച്ച്, ഇനി എനിക്കും പല്ലേക്കണം. സിനേട്ടാ, നിങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ എന്തൊക്കെയാ ഒരു തോന്നണത്? സ്വന്തം നാട്ടിലെത്തിയപ്പോൾ പറയും, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കി. എന്തൊരു പ്രാണി പറയും, എന്താ അനുഭവങ്ങൾ? പറഞ്ഞു കൊടുക്കി. വ്ളോഗാണിത്. എന്തനുഭവം? അനുഭവങ്ങളൊന്നുമില്ല. കണ്ട, അതാണ് വ്ളോഗ് ചെയ്യാൻ. ഇവരാരും ഈ വ്ളോഗ് ചെയ്യണേൽ കൂടൂല. അതിന്റെ ത്രില്ലില്ല. എന്താണ് കുറച്ച് കാര്യങ്ങൾ തെളിയിക്കാണ്ട് അതിന്റെ ത്രില്ലില്ല. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങള് ഒന്ന് തെളിയിക്കാണ്ട് ഗൈസ്. ഞങ്ങൾക്ക് കുറെ ആയിട്ടൊരു ഓരോരോ സംഭവം അങ്ങനെ കിടന്ന് മിന്നിക്കൊണ്ടിരിക്കേനിട്ടോ. അപ്പം ഞങ്ങൾ തൃശ്ശൂരിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും അതിനെക്കുറിച്ച് ചെറിയൊരു തുമ്പും കൂടി കിട്ടിയത്. അപ്പം ഞങ്ങളത് ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കുറച്ച് കിട്ടി. അപ്പോൾ ഞങ്ങളത് തെളിയിക്കാനുള്ളൊരു തത്രപ്പാടിലാണ്. തെളിയിച്ചിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ട് വ്ളോഗ് ചെയ്യും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ തെളിയാണ്ടതിൽ അല്ല. എന്തുപോലെ പറഞ്ഞു കൊടുക്ക്. CID മൂസ അത് നമുക്ക് നോക്കണം കേട്ടോ. എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്. എനിക്ക് സിനോട് പറഞ്ഞാൽ ഞാനും ത്രില്ലിലാണ്. ഞാൻ രാവിലെ അമ്മേനെ വിളിച്ച് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ശരിയാക്കി കൊടുക്കണം നമുക്കത്. വാട്ടേ ശരിയാക്കും ഞങ്ങളത്. അപ്പോൾ എന്തായാലും ഞാനും പല്ലൊക്കെ ഒന്ന് തേക്കട്ടെ കേട്ടോ. പല്ലൊക്കെ തേച്ച് ഇനി വല്ലാണ്ട് എവിടെയും പോകണമെന്നില്ല. ഇവിടെ കുറച്ച് പണിയുണ്ട് സിനേട്ടന്. മരങ്ങളെ കൊമ്പ് ഒന്ന് വെട്ടാനൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ രാത്രി ഇങ്ങനെ എന്തോ പക്ഷികളോ എന്തൊക്കെ വീടിൻ്റെ മുകളിൽ കയറിയിട്ടേ വല്ലാത്ത ബുദ്ധിമുട്ട് അമ്മയ്ക്ക്. പക്ഷിയാണോ മലമ്പാമ്പാണോ ഒന്നും അറിയില്ല. ഇവിടെ നല്ല പാമ്പുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പെരുമ്പാമ്പിൻ്റെ ആസ്ഥാന കേന്ദ്രമാണോ ഇത്. ഇവിടെ ആദ്യമേ ഉണ്ടല്ലോ പെരുമ്പാമ്പ്. അപ്പം ഇനി ഈ മരം വഴി കയറി പോണതാണോ അറിയില്ല. വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് ഭയങ്കര ശല്യമാണ് രാത്രിയിൽ. അപ്പം അതൊക്കെ ഒന്ന് കയറി നോക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നന്ദുമോൾ അകത്തേക്ക് പോയിന്. അപ്പം അതൊക്കെ നോക്കിയിട്ട്
ഉറപ്പ് വരുത്തണം എന്താണെന്നൊക്കെ. അങ്ങനെ നമ്മൾ നാളെ പറ്റിയ നാളെ തന്നെ ഞങ്ങൾ പോകും അല്ലേ? ഞങ്ങൾ നാളെ തന്നെ പോകട്ടാ. പറ്റിയ നാളെ തന്നെ ഞങ്ങൾ കയറും. ഞങ്ങളെ പാപ്പുമോളുണ്ട് അവിടെ, എല്ലാവരും ഉണ്ട് അവിടെ. പാപ്പുമോൾക്ക് കാരണം നന്ദുവിനെ കാണാൻ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നന്ദു ഓളെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കണല്ലേ, അവിടെ പോയി ഇരുന്നിട്ടത് ഫോണ് കളിക്കാൻ പോയി. അപ്പം നമുക്കിന്ന് കൂടുതൽ അടിപൊളി വ്ളോഗ് എടുക്കാം കേട്ടോ. ഞാൻ ഈ രാവിലത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നുള്ളൂ. എല്ലാവർക്കും തൃശ്ശൂരിലെ വീട്ടിലെ വ്ളോഗൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും വരില്ല, നമുക്ക് വ്ളോഗ് എന്തായാലും അത്യാവശ്യമാണ്. കാരണം നമുക്ക് ലൈവ് കൊണ്ടൊന്നും വലിയൊരു മെച്ചവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്ക് വ്ളോഗ് തന്നെ ഇടണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് തുടർച്ചയായിട്ട് വ്ളോഗ് തന്നെ അല്ലേ പറഞ്ഞടിക്കും. അപ്പോൾ ശരി, ഇനി ചായ കുടിക്കാനുള്ള പരിപാടികൾ നോക്കാം. അതെ, ഞാൻ വലിയ ചില്ല ഞാൻ തേക്കട്ടെ കേട്ടാ. ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അതുപോലെ ചപ്പാത്തി ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ചേ വേണോ അല്ലേ? എണ്ണിക്കൊക്കെ ദോ തീ അങ്ങനെ. അപ്പം ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ ഗൈസ്. ചപ്പാത്തി മുട്ടക്കറി. നന്ദുമോൾക്ക് മുട്ടക്കറി വേണ്ട, നന്ദുമോൾക്ക് അയിലക്കറി മതി എന്ന് പറഞ്ഞിട്ട് വെയിറ്റിങ്ങിലാണ്. മുട്ട മാത്രം മതിയല്ലേ? എന്താ കറി വേണ്ടാത്തേ? മീൻകറിയാ. ഇന്നലെ രാത്രിയിൽ വെച്ച അയിലക്കറി ഉണ്ട്. അയിലക്കറിയും ചപ്പാത്തിയും. അപ്പം ഇനി ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. പിന്നെ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ വരുമ്പോൾ മീനൊക്കെ വാങ്ങി പോന്നപ്പോൾ നല്ല അടിപൊളി അയിലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടമ്മ. സൂപ്പർ കറിയും ചോറൊക്കെ. ഇന്നലെ രാത്രി ഞാൻ വ്ളോഗ് എടുക്കാഞ്ഞിട്ടാണ്. നല്ല അടിപൊളി കറിയും ചോറും ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ച് അല്ലേ? എന്താ നിങ്ങൾ വായിലേക്ക് വെക്കാത്ത ചമ്മലോ ഉണ്ടാ? അപ്പോൾ നന്ദുമോള് ചായ കുടിക്കാൻ പോകുന്നുണ്ട്. നന്ദുമോൾക്കുള്ള അയിലക്കറി എത്തിയെന്ന് കേട്ടോ. മീൻകറിയും ചപ്പാത്തിയും അതൊരു അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കണം. ഞങ്ങൾ മേശമേൽ മൊത്തം ഞങ്ങളെ ഡ്രസ്സ് കൊണ്ടുവന്ന് നമ്മുടെ അട്ടിക്ക് വെച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ കട്ടിൽമേൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്നു. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. ഇവിടെ ഒരു വാഴ വീണെടുക്കുന്നുണ്ട്. കാറ്റും മഴയൊക്കെ അയറിയാന്ന് തോന്നുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് വെട്ടിയെടുക്കുകയാണ്. വാഴ അന്ന് വന്ന് നമ്മൾ വാഴക്കൊലകളൊക്കെ കാണിച്ചു തന്നില്ലേ, അതാകെ കേട്ടോ മൂക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോഴേക്കും അത് ഒടിഞ്ഞു വീണു. നല്ല ഈ ഇതെന്ത് നല്ല സാധാ മൈസൂർ പഴ. പാളയംകോടെന്ന് ഇവിടേക്ക് പറയും, തൃശ്ശൂരേക്ക്. നമ്മളവിടെ മൈസൂർ പറയും, ഇവിടെ പാളയംകോടൻ പറയും. അപ്പം അത് ആകെ ഇതായിട്ടോ. അത് ഇതിങ്ങനെ വെച്ച മൂക്കൂ മൊത്തം വെട്ടണോ അല്ലേ? ആകെ കൊളായത്. വേണ്ടാന്ന് അയാൾ എന്തിനാണ് ചോറുന്നാനോ? അല്ലല്ല, അതിൽ ഇടയ്ക്കിടയ്ക്ക് കീറിയതൊക്കെയാ. വീതി കിട്ടൂല, ചോറുന്നാനുള്ള വീതിയൊന്നും കിട്ടൂല. ഇല്ല നീ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാനാ? താറാവ് തിന്നോ വാഴേൻ്റെ ഇല? ഇല്ല, അതൊക്കെ വെട്ടി ഒന്ന് സെറ്റാകട്ടെ. ഉണ്ടല്ല ഈ വാഴേൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ താറാവൊക്കെ വന്ന് തിന്നോളൂ. താറാവ് ഉണ്ടല്ലോ ഇവിടെ ഇഷ്ടം പോലെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ താറാവ് വന്ന് തിന്നോളൂ. ഇത് മൊത്തത്തിലൊന്ന് വെട്ടി ക്ലിയറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതൊക്കെ. ഭയങ്കര ശല്യം. രാത്രിയായാൽ കിളികളും എന്തൊക്കെയോ അതുണ്ടല്ലോ, ഈ മരപ്പട്ടി പോലത്തെ സാധനങ്ങളൊക്കെ കയറിയിട്ടേ ഭയങ്കര പ്രശ്നമാണ് രാത്രിയിൽ അമ്മയ്ക്ക് ഇവിടെ കിടക്കാൻ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ഉഷാറാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അതൊരു ദിവസം മുന്നേ ഇങ്ങോട്ട് പോകുന്നത്. മൂർച്ചം കുറവുണ്ടല്ലേ? ഉണങ്ങി നിൽക്കണോണ്ടാവും. അത് വാഴേൻ്റെ തോലോ? വാഴേൻ്റെ തോലോ? അതിന് മൂർച്ച ആക്കിയാൽ മതി. ഇനി അങ്ങനെയാണെങ്കിൽ കറയാണ്, ആ മുണ്ട് തേക്കണ്ട. വാഴയ്ക്ക് നല്ല കറ ഉണ്ടാവും. അതിന് ഉപ്പേരിക്കാനും ഒന്നും പറ്റൂലല്ലോ. എന്തേ അങ്ങനെ ഉണ്ടാവൂല? അത് വാഴ ഒടിഞ്ഞില്ലേ, പിന്നെ ഇനി അങ്ങനെ ഉണ്ടാവൂല.
അല്ല അതിങ്ങനെ ഇടിയും കുറേ കഴിയുമ്പോൾ ചില വാഴകൾ അങ്ങനെയാണ് ഇടിയും അത്. ആ പുഴു അടിച്ചതാണല്ലോ. പുഴു തന്നെയാണല്ലേ. അതിന് അതേപോലെ അങ്ങോട്ട് എടുത്താളി. എന്ത് പിണ്ടിയാ? അയ്യോ ഉള്ള ബാഗിന്റെ ഭാരം തന്നെ താങ്ങാൻ വയ്യ സത്യം. ഉള്ള ഭാരം തന്നെ. അയ്യോ ഉള്ള ഭാരം തന്നെ 2 ബാഗായിട്ട് വന്നിട്ട് പോവും. ഞാനും നന്ദും മാറി മാറി ഇങ്ങനെ ബാഗുകൾ പിടിക്കുക. അത് എടുത്ത് പൊന്തിക്കാൻ പറ്റിയത്ര എന്നേ എടുത്ത് പൊന്തിക്കാൻ പറ്റിയ പാകത്തിലുള്ളത് എടി അങ്ങനെ എടുക്കണ്ടപ്പോ അത് ആർക്കാ അത് രസം ഉണ്ടാവില്ല. അമ്മ ഒരു ജാതി വായലിട്ടൊരു ചവറ് പോലെയല്ലേ ഉണ്ടാവുക ഈ വാഴപ്പിണ്ടീൻ്റെത്. എനിക്ക് ഇഷ്ടമല്ല അത്. എന്നെ വെട്ടിക്കൊല്ലാനുള്ള പ്ലാനാ. നന്ദുവിന് എന്നെ വെട്ടിക്കൊല്ലണം എന്നാ പറയണതേ. നന്ദു ഇപ്പൊ സത്യസന്ധമായി നന്ദു പറഞ്ഞൊരു വാക്കാണ് എന്നെ വെട്ടിക്കൊല്ലണം. സിനേട്ടാ എന്നെ വെട്ടിക്കൊല്ലണമെന്ന്. കാല് പകുതിയാവേ. ഇത് വാളാണ്, മടവാൾ. എന്നാ വെട്ടിക്ക വെട്ടിക്ക. ആ വെട്ട് വലിച്ചു പോ എന്തേലും പണിയൊക്കെ എടുക്ക. അങ്ങനെ ഇന്ന് നന്ദു 2 ചപ്പാത്തി തന്നിന് ഗൈസ്. അതിനുള്ള പണി. ഒരു ചപ്പാത്തിയോ? അയ്യേ ഒരു ചപ്പാത്തി തിന്നിട്ടുള്ളൂ. പോട്ടെ. ഇങ്ങനെ ഇന്ന് ഇവിടെ സേവനമാരം, ചെറുതായിട്ടൊരു സേവനമാരം. നമ്മൾ മാവുമത്തെ മാങ്ങൊക്കെ കഴിഞ്ഞിട്ടോ. നല്ല മാങ്ങ ഉണ്ടേനി. ഇന്നത്തെ മാങ്ങൊക്കെ പഴുത്ത് അമ്മ പറിച്ചുണ്ടാവും. വെറുതെ വെച്ചിട്ട് കാര്യമില്ല. പുഴുന്നറിയില്ല. ഞങ്ങളിവിടെയൊക്കെ എത്തുമ്പോഴേക്ക് കിണറിലൊക്കെ വെള്ളം കൂടിയിട്ടോ. മഴ പെയ്തപ്പോൾ നല്ല തണുത്ത അടിപൊളി വെള്ളം. അത് സൂപ്പർ വെള്ള. നന്ദു ഈ കിണർ ഇതുവരെ വന്നു നോക്കിയില്ലല്ലോ. വന്നു നോക്കിനാ? ഏയ് പിണ്ടി ഉപ്പേരി ഒന്നും ഇവിടെ കൈ നിറച്ച് കറയോ. അത് വാഴ പിണ്ടിയല്ലേ നീ. വാഴ ഉണ്ണിക്കാമ്പ്. ആ പിന്നെ ഏതാ പറയണേ? ആ വാഴത്തട്ടയ്ക്ക് ഞങ്ങള് പറഞ്ഞത്. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. നിങ്ങൾ എന്തിനാണ് ഇത് ഇല്ലാത്തതൊക്കെ വെട്ടാൻ നടക്കുക? വെട്ടലൊരു ഹരാക്കി മാറ്റില്ലേ? അതെന്തിനാ? സിനെ ആ വാഴ അങ്ങനെ നിന്നോട്ടെ. ചിലപ്പോ അത് മൂക്കാണെങ്കിലോ? ആ വാഴ ആ കൊല ഗൈസ് കണ്ടോ? ഈ വാഴക്കൊലേന്റെ വാഴ ഇടിഞ്ഞു കിടക്കുക. ഒക്കെ ടെറസിന്റെ മുകളിലേക്ക് കിടക്കണോണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാ. ആ പൊടി പൈപ്പ് നോക്കിട്ട് സിനേട്ടാ. ആ അങ്ങനെ വലിച്ചാളി. ആ തുഞ്ചം കൊണ്ട് വെട്ടു സിനേട്ടാ. ആ തുഞ്ചത്തിനാ മൂർച്ചുള്ളത്. ഷർട്ട് ഇടാതെ ഇഞ്ഞും കാട്ടി നടക്കുക. ആ കൊല പറ്റൂലേ? അത് ചിലപ്പോ അത് ഒന്ന് പഴുക്കും. ചാക്കിലൊക്കെ കെട്ടി വെച്ചാല്. ആ കറ പോട്ടെ മോളെ. കറ പോട്ടെ. ആ മാവുമ്മ ചാരിച്ചോളി. ആയിമിന് നിക്കും. അത് നമ്മളാ മാവുമ്മിലേക്ക് ചാരിച്ച ആ മുന്നത്തെ സാധനം വെട്ടി കുറച്ചേ. അതായ്മ തങ്ങി നിക്കുവോ? ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞു തരണോ? ഞാൻ വെട്ടൂല. എനിക്ക് അതൊന്നും കഴിയില്ല. നിങ്ങൾ വെട്ടിക്കോളി. അതെ ശരിയാണ്. നമ്മളവിടെ റോട്ടുമ്മ കൂടി കയറി എങ്ങനെയെങ്കിലും ഒരു എത്തും. ഇവിടേക്ക് എത്താൻ ബുദ്ധിമുട്ടാ. സിനേട്ടാ ആ പോത്തുകളൊക്കെ അല്ലേ പാടത്ത്? അപ്പം അത് പെരുന്നാളായിട്ട് അതിന് അറ്റിങ്ങളൊന്നും ഇതാക്കിയില്ല കേട്ടോ. പാവം രക്ഷപ്പെട്ടു അറ്റിങ്ങൾ. ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് നമ്മൾ വർത്താനം പറയുമ്പോൾ ഒരു എക്കോ അടിക്കണ പോലെ തോന്നും. കണ്ടോ ആ പോത്തുകൾ ഇവിടെ തന്നെ ഉണ്ട്.
നല്ല രസമുണ്ട് കാണാനല്ലേ. വീടിൻ്റെ ബാക്ക് ഭാഗമാണെങ്കിൽ എല്ലാവർക്കും അന്ന് കാണിച്ചു തന്നില്ലേ. നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മളൊരു പഴനിയിൽ ഒരു തമിഴ്നാട്ടിലൊക്കെ പോയൊരു ഒരു രസമാട്ടോ ഇവിടെ കാണാനായിട്ട്. അങ്ങനെ ഒരു ഫീല് തോന്നുമ്പോൾക്ക്. വലിയ കൊക്കൊക്കെ ഉണ്ട് പാടത്ത്. വലിയ കൊക്ക് വെച്ചാൽ ഒരു കറുപ്പും വെളുപ്പുമായ കൊക്ക്. ആ പോത്തുകളൊക്കെ അവിടെ ഉണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾ പോത്തിനെയൊക്കെ? ഞാൻ പിന്നെ സൂം ചെയ്യായിട്ടാട്ടോ. ദിവസം ഒരു പോത്തിനെ കാണണ്ടല്ലോ. അത് ജിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാലടി. എന്നെ ഉദ്ദേശിച്ച് എന്നെ മാത്രം ഉദ്ദേശിച്ച് പോടത്. അതൊന്നും വെട്ടണ്ട. വാഴപ്പിണ്ടി കറിവേപ്പിൻ്റെ നമ്മൾ കറിക്ക് തിന്നെടുക്കണത്. അത് നല്ല അടിപൊളിയില്ലേ. നമ്മളോടത്തെ കറിവേപ്പിൻ്റെ ഇലയാണ്. വൃത്തി കേട്ട കറിവേപ്പിൻ്റെ ഇല അങ്ങോട്ട് വളരണേ ഇല്ല. കണ്ണറ്റിതല്ല അത് നമ്മളവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട കാലം തൊട്ടേ അതങ്ങനെയാ. അതിനൊരു വളർച്ച ഇല്ല. എനിക്ക് കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഉണ്ടാവണേ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ കറിയിലേക്ക് നാടൻ കറിവേപ്പിൻ്റെ ഇല എടുക്കാലോ നമുക്ക്. കോമര, കാവിലെ കോമര. ഏത് കാവിലെ ഭഗവതിയാണാവോ? കുറച്ച് വെളിച്ചം കിട്ടൂലേ ഇങ്ങനെ ഈ ചവല പോയാൽ അകത്തേക്ക് അല്ലേ? സിനേട്ടാ ഊമയാണ്. ഊമ ഇല്ല. നിങ്ങൾ ഊമയും ബദിരനും മൂകനുമായ സിനു ചന്ദൻ. ഏത്? യെസ്. കാറാമ്പട്ടയാ. അടിപൊളി. കണ്ടില്ല കേട്ടോ ഈ കാറാമ്പട്ടൻ്റെത്. എടി ഇതിന്റെ ഈ ഒരു ഇല പൊട്ടിച്ചിട്ട് തിന്നു നോക്കിയാ നന്ദു. നന്ദു ഇതിന്റെ ടേസ്റ്റിന് വേറെ ഒരു വ്യത്യാസം ഉണ്ടോ ഇവിടെ ഈ കാറാമ്പട്ടയ്ക്ക്? ഈ ഇല ഇട്ടിട്ടോ? ഈ ഇല ഇട്ടുണ്ട് സിനേട്ടാ. പട്ട നല്ല കൊതുണ്ട് കേട്ടോ നിങ്ങളെ മേല്. കൊതുണ്ടേ. ഇതെന്താ മൊത്തം ചോന്നിക്കണേ. അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ വേഗം പോരി. അത് നിങ്ങള് കൊടാത്തി വെച്ച് മാന്തിയതല്ലേ? അടിപൊളി. 5-6 വരണ്ട്. 5-6 വരണ്ട്. എന്താ അതിന്റെ പട്ടേന്റെ ഇത് തിന്നോക്ക്. നല്ല ടേസ്റ്റാ. ഞാൻ തിന്ന് ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ തിന്നു. എന്തോ എന്തറിയാ എന്തോ അതിന് നല്ലൊരു ടേസ്റ്റാ. വായക്ക് നല്ലൊരു രുചിയുണ്ട് അതിന്റെ ഇലയൊക്കെ തിന്നു കഴിഞ്ഞാല്. അങ്ങനെയുണ്ട്. എന്നിട്ട് സാറില്ല, വേദനയൊക്കെ ഉണ്ടാവും. ശരീരത്തിന് എപ്പോഴെങ്കിലും ഒരു വേദനയൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാണ്ട് നിൽക്കൂല. അങ്ങനെ നമ്മുടെ വാഴകൾ വെട്ടി നശിപ്പിക്കുന്നു സിനേട്ടൻ. ശരിക്കും ഇങ്ങനത്തെ കൊടാത്തിയാ വേണ്ടത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെട്ടാൻ. എന്നാലേ അത് നല്ല അടിപൊളിയായിട്ട് ഇതാവുള്ളൂ. അത് മാറിക്കോളൂ. ഓളെ കാലിൽ ഇന്നലെ പറ്റിയതിനാണ് ഇപ്പൊ അത് ഒരു ഇത്തിരി ഇതായതിനാണ് ഇപ്പോൾ. പണിയൊക്കെ എടുക്കുമ്പോ ആൾക്കാരെ കൈയും കാലൊക്കെ മുറിയണവരപ്പം എന്തു പറയണോ അത് പറയിച്ചി. ഒരിത്തിരി കൈയും കാലും മുറിഞ്ഞപ്പോഴേക്ക് ഇങ്ങനെ ഇന്നലെ ഇത്തിരി ഒന്ന് മുറിഞ്ഞതാ. അതിനാപ്പോൾ ഇങ്ങനെ ആർപ്പും വിളിയും കൂട്ടുന്നത്. ഇന്റത് ആരത്? അയ്യോ അത് സിനേട്ടൻ്റെ തൊടിയാണെന്ന് പറയുന്നത്. നമ്മളൊരു കുഞ്ഞി റോസാപ്പൂവിൻ്റെ മുട്ടതാ ഉണ്ടായി വരുന്നേ ഉള്ളൂ. റോസാപ്പൂ ചിന്ന റോസാപ്പൂ നല്ല രസമുണ്ട് അല്ലേ? അല്ലേ ഞാവൽപ്പഴം എന്ന് പറഞ്ഞ നിങ്ങള് എന്നിട്ടെന്താ കായ ഉണ്ടാവാത്തേ? നല്ല നീളം പോയിനല്ലേ. പക്ഷെ അതിന്റെ കൊമ്പുകൾക്കൊന്നും വണ്ണമൊന്നും ഇല്ലാത്തോണ്ടൊക്കെ നന്നായേ തന്നെ. ഞാവൽമരം അങ്ങനെയാ തോന തീർത്ത. തുളസി ഉണ്ട് ഗൈസ് ഇഷ്ടം പോലെ. തെക്ക് ഭാഗത്ത് തുളസി അത് നല്ലതാ അങ്ങനെ പറയണേട്ടാണ്. തെക്ക് ഭാഗത്ത് തുളസി. ഇത് തെക്കാണല്ലോ അല്ലേ? തെക്കാണ്. തെക്കേ പാടം. മറ്റേ മമ്മൂട്ടീൻ്റെ ഫിലിം സോങ്. അപ്പം എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മരങ്ങളല്ല വാഴകൾ കൂടെയാണ് എന്തൊക്കെയോ കയറണത്.
ആ ഒന്നിനും പറ്റൂല. എന്തിനാണത്? ഒന്നിനും പറ്റൂല. അത് വെട്ടി എരിഞ്ഞ് പശുക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കും. അത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. ആ രസം ഉണ്ടാവില്ല അത്. വാഴക്കൊല പഴിപ്പിക്കാൻ വെക്കണം. ഇവിടെ ഏത് അടുപ്പിന്റെ അടിയിൽ? ഇവിടെ അടുപ്പില്ല. ഇവിടെ ഫുള്ള് ഗ്യാസുമ്മിലാണ്. എന്താ പറയാ, വാഴക്കൊല ചാക്കിലാക്കിയിട്ട് വെക്കാം. ടർക്കി കോഴിന്റെ കുട്ടികളാണത്. ഗിന്നിക്കോഴി എന്ന് പറയാം. അപ്പോൾ ഇവിടെ മുറ്റത്ത് പൈപ്പിൻ്റെ കണക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല വെള്ളത്തിൻ്റെ കണക്ഷനാണിത്. രണ്ടും നല്ല വെള്ളം തന്നെ. നമുക്ക് സ്വന്തമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഇവിടെ റോട്ടുമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇതൊന്ന് കുടിവെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കും. മറ്റത് നേരെ മുകളിലേക്ക് ടാങ്കിലേക്ക് കയറ്റിയിട്ടും അങ്ങനെ. ഇപ്പോൾ വെള്ളത്തിനൊന്നും ക്ഷാമമില്ല കേട്ടോ. വെള്ളമൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ ഇവിടെ കുറച്ച് പണികളിലൊക്കെയാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പം ഇനി നമ്മൾ നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. പോകണുണ്ട് ഇവരൊക്കെ. ബൈ ബൈ കേട്ടോ. നമുക്ക് വീണ്ടും കാണാം.